ഇന്ന് നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് നമ്മൾ പഴത്തൊലി കൊണ്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പഴത്തൊലിയിൽ നന്നായി പൊട്ടാസ്യവും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ട് തന്നെ നമ്മുടെ മുടി കിളിർത്ത് വരാനും കൊഴിഞ്ഞു പോയ മുടിയെല്ലാം കിളിർത്ത് വരാനും കൊഴിയാതിരിക്കാനും കൂടി ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിനൊരു കളർ ഡെപ്പോസിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഹെന്ന പൗഡർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബ്രൗൺ കളറായിട്ടാണ് മുടി ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ ഈ കറകൾ ഇളകിയിട്ട് ആ ബ്രൗൺ കളർ ബ്ലാക്ക് കളറായി മാറും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ചെയ്തിട്ട് ലൈവായിട്ട് ഞാൻ റിസൾട്ട് നിങ്ങളെ കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഇവിടെ നല്ലൊരു പഴത്തിൻ്റെ തൊലിയാന്ന് എടുത്ത് എത്ര കറുത്തതായാലും കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. പക്ഷേ ഒരിക്കലും പച്ച കായ തൊലി എടുക്കരുത്. പഴുത്ത തൊലിക്കാണ് ഈ കളർ ഡെപ്പോസിറ്റിംഗ് പ്രോപ്പർട്ടീസ് നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത്. പച്ച തൊലിയിൽ സ്റ്റാർച്ചും കുറച്ച് പൊട്ടാസ്യവും മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ പഴത്തൊലി തന്നെ എടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ പഴത്തൊലി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഞാൻ ഒരു 2 പിടിയോളം കറിവേപ്പില എടുത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെറുതെ പൊടിച്ച് ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പനിക്കൂർക്ക ഇലയാണ്. നമുക്ക് നീരിറക്കം വരാതിരിക്കാനെല്ലാം സഹായിക്കും. അതിന് വേണ്ടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി തന്നെ നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെൻ്റെ ഒരു ക്യാൻസർ പേഷ്യൻ്റായ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇങ്ങനെ ഒരു ഹെയർ ഡൈ പരീക്ഷിക്കുന്നത്. അവർ തീരെ കൊഴിഞ്ഞുപോയ മുടി ഇപ്പം കിളിർത്ത് വരുമ്പം നല്ല ഗ്രേ കളറാണെന്ന് അവർക്ക് നീലമരിയൊന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ല. കാരണം വാങ്ങിക്കുന്നതിൽ എന്തെങ്കിലും കെമിക്കൽ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടിയാണ് ആ കുട്ടിക്ക്. ഞാനിതിവിടെ പറയാൻ കാരണം അവർ എന്നോട് പറഞ്ഞതാണ് ഇത് പറയണമെന്നുള്ളത്. കാരണം ഓരോ ആളും ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഒരു നിമിഷമെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവൾ എന്നോട് പറഞ്ഞു. അത് കാരണമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് സമയമായിട്ട് ഇത് തിളക്കുന്നത്. ഞാൻ നന്നായി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഇത് കുറച്ച് നന്നായി കുറുക്കി എടുത്തിട്ടുണ്ട്. അത്രയും കൂടി തിളക്കണം. നമ്മൾ ഈ ബനാന പീലൊക്കെ നല്ല സോഫ്റ്റ് ആവണം. അപ്പോഴാണ് ഈ കളറ് ഇതിൻ്റേത് മുഴുവനായി ഇറങ്ങി വരിക. ഇപ്പോൾ ഇത് എല്ലാം കൂടി കളറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഇരുമ്പ് ചീൻചട്ടിയിലേക്ക് തന്നെ വേണം അരിച്ചെടുക്കാൻ. ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഹെന്ന പൗഡർ കൂടി ഉപയോഗിക്കാനുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ഹെന്ന പൗഡർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ ഹെന്ന പാക്ക് മിക്സ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ചധികം ഈ മിക്സ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഇത് തീരുമ്പോൾ അടുത്തത് ഇതേപോലെ എടുത്ത് മിക്സ് ചെയ്താൽ മതിയല്ലോ. അതിന് വേണ്ടിയാണ് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഞാൻ ഇതെല്ലാം കൂടി അരിച്ചെടുത്തിട്ട് ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയട്ടെ, നമ്മൾ ഇരുമ്പ് ചീൻചട്ടിയിലേക്ക് തന്നെ വേണം ഇത് അരിച്ചൊഴിക്കാൻ. ഇപ്പോൾ ഇത് നല്ല കണ്ടോ, ഇതിൽ കുറച്ച് സമയം ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് കറുപ്പ് കളറായി വന്നിട്ടുണ്ട്. ഈ ഇരുമ്പിൻ്റെ കൂടെ ചേരുമ്പോഴാണ് ഇത് നല്ലൊരു കളർ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പകുതിയോളം എടുത്തിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി പകുതി മാത്രമേ എനിക്ക് വേണ്ടൂ. കാരണം എനിക്ക് കുറച്ച് മുടിയിലും മാത്രമേ ഇത് പുരട്ടി കൊടുക്കാനുള്ളൂ. ഞാൻ എപ്പോഴും നര വരുന്നതിന് മാത്രമേ ചെയ്യാറുള്ളൂ, മുഴുവനായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായി ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഴുവനായി കുറച്ചധികം തന്നെ പാക്ക് ഉണ്ടാക്കി വെക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്ക പൊടിയാണ്. ഞാനിതും ഇവിടെ വീട്ടിലുണ്ടാക്കിയ നെല്ലിക്ക പൊടിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു. അത് വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതുകൂടി കണ്ടു നോക്കാം. അപ്പോൾ ഈ നെല്ലിക്കാപ്പൊടി ഒന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത്രയും കളർ തന്നെ വരണം, നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ തന്നെ വരണം. ആ സമയത്ത് നമുക്ക് ഇതെടുത്തിട്ട് ഹെന്ന പൗഡറിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ മിക്സ് ചെയ്യാൻ ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത്ര കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ഇനി നമ്മൾക്ക് പിറ്റേ ദിവസമാണ് ഇതിലേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾക്ക് ആംല പൗഡർ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ, കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതും എത്രമാത്രം ഓർഗാനിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സാധാരണക്കാർക്കൊക്കെ ആണെങ്കിൽ അത് വാങ്ങി ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഞാനെപ്പോഴും ഇതുപോലെ നെല്ലിക്ക വാങ്ങിച്ചിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കും. നെല്ലിക്ക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ചെയ്യും. ഇല്ലെങ്കിൽ വാങ്ങി വെയിലത്ത് ഉണക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്.
അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. ഒരു ദിവസം ഇതുവരെ ഇതുപോലെ വെക്കണം. പക്ഷേ ഞാൻ 2 ദിവസം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി നല്ല കളർ കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇതാ 2 ദിവസം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് തന്നെ കറുപ്പ് കളർ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ നീല അമരി പൗഡറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതാണ്. പക്ഷേ നീല അമരി പൗഡർ പലർക്കും അലർജി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കാരണം വാങ്ങിക്കുന്ന നീല അമരി പൗഡർ ആകുമ്പോൾ അതിലെന്തെങ്കിലും കെമിക്കൽ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നീല അമരി നല്ല അലർജി ഉണ്ട്, നെറ്റിയിലൊക്കെ നല്ല കറുപ്പ് കളർ വരുന്നുണ്ട്, പിന്നെ നീരിറക്കം വരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ നെറ്റിയിൽ കറുപ്പ് കളർ വരുന്നതിന് ഞാൻ നിങ്ങൾക്കൊരു ഇത് പറഞ്ഞുതരാം. അതിന് നമ്മൾ ഈ ഹെന്ന പാക്ക് ഇടുന്നതിന് മുന്നേ നെറ്റിയിൽ ഓയിലോ നമ്മൾ സാധാരണ ഉപയോഗിക്കുക എന്ത് ഓയിലായാലും ഒന്നുമില്ല, അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീമോ തടവി കൊടുത്താൽ മതി. ഇനി ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. ഇത് തലേ ദിവസം തന്നെ ഞാൻ പറിച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് കുത്തി വെച്ചതാണ്. ആ മഞ്ഞക്കറ മുഴുവനും ഇറക്കി പോകണം, ഇല്ലെങ്കിൽ നമുക്ക് തലയിൽ ഒരു ചൊറിച്ചിലുണ്ടാവും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഇതൊന്ന് അടിച്ചെടുത്തതാണ്. ഇനി നമ്മൾക്ക് ഈ പാക്കിലേക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. അല്ല നിങ്ങൾക്ക് മുട്ട വെള്ളം വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതില്ലെങ്കിൽ അപ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇത് അല്ലെങ്കിൽ ഒരു റഫായി തോന്നും നമ്മൾക്ക് ഈ ഹെന്ന പാക്ക് ഇടുമ്പോൾ. അതിന് വേണ്ടിയാണ് ഞാൻ ഈ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് ഇനിയിപ്പോൾ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാനൊരു ജെൽ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് നമ്മൾ കുളിച്ച് കഴിഞ്ഞ് എവിടെയെങ്കിലും പോകാറാകുമ്പോൾ നമ്മളെ മുടി നരച്ചതിന് വെറുതെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 1 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുടി കറുത്ത് കിട്ടുന്നു. അപ്പോൾ കുറേ പേര് എന്നോട് സംശയം ചോദിച്ചു, അത് വെച്ച് കഴിഞ്ഞാൽ ജലദോഷം പിടിക്കില്ലേ മുടി മുഴുവൻ നനഞ്ഞിട്ടുണ്ടെങ്കിലെന്ന്. പക്ഷേ അത് ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി അത്രയും നനവുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കുളിക്കാതെയാണ് ഒരു സ്ഥലത്ത് പോകുന്നതെങ്കിൽ കുളിക്കാതെ പുരട്ടി കൊടുത്താൽ മതി. അതിൽ കുളിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളപ്പോൾ മുടി കഴുകുമ്പോൾ ആ കളറ് പോകുന്നതായിരിക്കും, അധിക സമയമൊന്നും നിൽക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കുളിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കുളിച്ചിട്ട് വേണം ഈ ജെല്ല് പുരട്ടി കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി വന്നിട്ട് വേണം അത് ചെയ്യാൻ. അത് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദം എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കാരണം പെട്ടെന്ന് പോകുമ്പോൾ ഇതുപോലെ കുറച്ച് നര കണ്ടാൽ നമുക്ക് അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അത് ഇവിടെ ഒട്ടില്ല കേട്ടോ. ഇത് ഞാനിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ മുടി ഈ ഫ്രണ്ടിലാണ് കേട്ടോ നരയുള്ളത്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും തന്നെ ഈ ഹെന്ന പാക്ക് ഇടുന്നതുകൊണ്ട് കുറച്ച് ബ്രൗൺ കളറായിട്ടാണ് എനിക്ക് എൻ്റെ മുടി എപ്പോഴും ഉണ്ടാവാറ് നര തുടങ്ങുമ്പം. പിന്നെ അല്ലാണ്ട് ഫുൾ ഗ്രേ ആയി കാണിക്കാറില്ല. ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വീണ്ടും ഇടും. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ കെമിക്കൽ ഡേ മാത്രമേ നമുക്ക് 1 മാസമൊക്കെ അതുപോലെ കറുപ്പ് നിൽക്കുള്ളൂ. പിന്നെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിരുന്നു, ഒരു നാച്ചുറൽ ഹെയർ ഡേ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് 1 മാസം വരെ നിൽക്കുന്നതാണ് നീലാമരിയൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേ പേര് പറഞ്ഞു അവർക്കത് അലർജിയാണ് നീലാമരി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അത് മാത്രമേ നമ്മുടെ മുടിക്ക് 1 മാസം കളർ നിൽക്കുള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ ഈ പാക്ക് തലയിലിട്ടിട്ട് 2 മണിക്കൂറായി. 2 മണിക്കൂറിന് ശേഷമാണ് കഴുകി കളയുന്നത്. കഴുകിയതിന് ശേഷമുള്ള റിസൾട്ട് കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇത് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതിലുണ്ടല്ലോ കുറച്ച് മുമ്പത്തെ പോലെയല്ല കേട്ടോ, കുറച്ചൊക്കെ ബ്രൗൺ കളർ കാണുന്നുണ്ട്. കുറേശ്ശെ ഞാൻ കാണിച്ചു തരാം. ചെറുതായിട്ട് തന്നെ അത്രയും ഒരു ബ്ലാക്ക് വന്നിട്ടില്ല. പക്ഷേ ഇത് 1-2 ദിവസം കഴിയുമ്പോഴാണ് നല്ല ബ്ലാക്ക് മുടിയിൽ വരുന്നത് കേട്ടോ. നമ്മൾ കഴുകിയ ഉടനെ വരുന്നില്ല. ബാക്കിയൊക്കെ പാക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴുകിയ ഉടനെ നല്ല ബ്ലാക്ക് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ ബ്രൗൺ കളർ ഉണ്ട്. ഇത് ഈ സൈഡിലൊക്കെ ഓരോന്നുണ്ട്. പക്ഷേ 2 ദിവസം കഴിയുമ്പം അതൊക്കെ ബ്ലാക്ക് കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ പ്രധാനമായിട്ടും ഞാൻ കുറച്ച് ചെറിയ പ്രായത്തിൽ മുടി നരക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കുട്ടികളൊന്നും നീല അമരി പാക്കൊന്നും ആദ്യം മുതലേ ഇടുന്നത് അത്ര നല്ലതല്ല. ഈ ഒരു 30 വയസ്സ് 40 വയസ്സൊക്കെ ഉണ്ടാകുമ്പം വരുന്ന നരയുണ്ടല്ലോ, അത് ഇതുപോലെയുള്ള പാക്ക് ഇട്ടാൽ മതി. നീലയമരിയൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നര വരുന്ന ആൾക്കാർക്ക് ആണ് നീലയമരിയൊക്കെ ഉള്ളത്. ഇപ്പം പക്ഷേ നേരത്തെ തന്നെ കുട്ടികളുടെയൊക്കെ മുടി നരക്കുന്നുണ്ട്. അവർക്കൊക്കെ നല്ലൊരു പാക്കാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.